Hello friends, welcome back to Easy Study. ഇന്ന് നമുക്ക് the language of birdsന്റെ noisy birds എന്ന ഭാഗം നോക്കാം. Noisy birds. The king of the country was very much annoyed. Many crows perched on the windows, walls and roof of the palace and even on the trees nearby. No one knew how to get rid of them. Ivan went to the palace. Your Majesty, I will get rid of the crows, Ivan said. If you can do that, you can marry my daughter, the king said. Ivan asked the servants to open the windows. He listened to the crows for a while. Then he went to the king again. ഇവിടെ എന്താണ് പറയുന്നത്? ഇവാൻ ഓൾറെഡി ബേർഡ്സിൻ്റെ ലാംഗ്വേജസ് ഒക്കെ അറിയാമെന്ന് മുന്നിലത്തെ പേജിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സെയിലേഴ്സിനെ അവൻ രക്ഷപ്പെടുത്തി. ആദ്യം സെയിലേഴ്സ് ഒന്നും വിശ്വസിച്ചില്ലെങ്കിലും ഈ ബേർഡ്സിൻ്റെ ലാംഗ്വേജ് അറിഞ്ഞതുകൊണ്ട് പിന്നെ അവൻ നല്ല സഹായമാണ് അവർക്ക് ചെയ്തു കൊടുത്തത്. അതുപോലെ രാജാവിനൊരു പ്രശ്നം വന്നു. രാജാവിൻ്റെ രാജ്യത്തുള്ള രാജാവിന് ഒരു പ്രശ്നമുണ്ടായി. എന്താണ് ആ പ്രശ്നം? അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനടുത്തുള്ള മരത്തിൽ കുറേ കാക്കകൾ വന്ന് കൂട് കൂട്ടി വൻ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അതൊരു വലിയ ശല്യമായിട്ടാണ് രാജാവിന് തോന്നിയത്. അത് ആ ഒരു പ്രശ്നം ആർക്കും അത് ശരിയാക്കാനും പറ്റിയില്ല. അപ്പോൾ ഇവാൻ പറയും, പിന്നെ ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ രാജാവ് പറയും, ഇവാൻ വെൻ ടു ദ പാലസ്, യുവർ മജസ്റ്റി, ഐ വിൽ ഗെറ്റ് റിഡ് ഓഫ് ദ ക്രോസ്. ഇഫ് യു ക്യാൻ ഡു ദാറ്റ്, നീ അത് ചെയ്താൽ നിനക്ക് ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരാമെന്നും രാജാവ് പറയും. ഇവാൻ്റെ കിങ്ങിൻ്റെ സെർവൻറ്റിനോട് എല്ലാ വിൻഡോസും തുറന്നു വയ്ക്കാൻ പറയും. ഹി ലിസൺ ടു ദ ക്രോസ് ഫോർ എ വൈൽ. എന്നിട്ട് അവൻ ബേർഡ്സിൻ്റെ ലാംഗ്വേജ് അറിയാവുന്നത് കൊണ്ട് ക്രോസിൻ്റെ ലാംഗ്വേജ് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തായിരിക്കും അവർ സംസാരിക്കുന്നത്, അവരുടെ പ്രശ്നം എന്തായിരിക്കും, അവരെന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഹി വെൻറ്റ് ടു ദ കിങ് അഗെയിൻ. അതിനുശേഷം